കേറിവാടാ മക്കളയിൽ രണ്ടാമത്തെ ചോദ്യം. ഉണ്ണികൃഷ്ണന്, അതായത് നമ്മുടെ മോഹൻലാലിന് ഇപ്പോൾ ഏത് ദശാകാലം ആണെന്നാണ് അമ്മ പറയുന്നത്? എ ശുക്രൻ, ബി വ്യാഴം, സി ശനി. ലാലിന്റെ അതിനകത്ത് കുറേ മോശം സമയമാണ്. അപ്പൊ ശരി ദശ തന്നെയാണ്. ഓപ്ഷൻ സി ശനി. ഞാൻ എടുത്തിട്ട് പൂട്ടി. ഓക്കെ, ഇപ്പൊ നേരത്തെ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. കാരണം സിനിമ എടുക്കുന്ന ഒരു ശനിദശയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം ഇതിന്റെ ഇടയിൽ നിന്നു. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ. അത് വ്യാഴനായിരുന്നു, ഓപ്ഷൻ ബി. പിന്നെയാണ് ഓപ്ഷൻ എ വന്ന് ശുക്രൻ. അപ്പൊ ഈ ദശക്കാലം എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്നതാണ്. ഇപ്പൊ മോഹൻലാലിന്റെ ജീവിതത്തിലും അത് വന്നിട്ടുണ്ട്. എല്ലാവരും, എന്റെയും എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതെനിക്ക് തോന്നുന്നത് മോഹൻലാലിന്റെ റിയൽ ലൈഫിലല്ല പറയുന്നത്, വന്ദനം സിനിമയിൽ ശനി തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാം. കാരണം ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നല്ല, എനിക്കൊന്ന് 2-3 പ്രാവശ്യം കണ്ടതാണ്. പക്ഷെ എന്നാൽ പോലും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. ഈ സുകുമാരിയമ്മയുടെ ക്യാരക്ടറൊക്കെ, അതേപോലെ അത് പറയുന്ന ഡയലോഗ്സും അതിലൊന്നാണിത്. പിന്നെ ഈ എടുത്ത സിനിമയിൽ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? അതായത് എത്ര പടങ്ങൾ എടുത്താലും അതിനകത്ത് നമ്മുടെ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ, പൈസ കിട്ടിയില്ലെങ്കിലും ഫുൾ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് നോക്കുകയാണെങ്കിൽ പൈസ കിട്ടിയതും അതേസമയം ഏറ്റവും കൂടുതൽ പേര് നൽകിയതും മനസ്സുകൊണ്ട് എന്തുകൊണ്ടും തൃപ്തിപ്പെടുന്നതായിട്ടത് കിരീടം തന്നെ. അതൊക്കെ അത് കഴിഞ്ഞ അതർ ദാൻ ദാറ്റ് നോക്കുകയാണെങ്കിൽ പ്രണയവർണ്ണങ്ങളാണ്. കാരണം പ്രണയവർണ്ണങ്ങൾ സുരേഷ് ഗോപിയുടെ വളരെ വിഭിന്നമായ ഒരു ചിത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ യൂഷ്വൽ തോക്കെടുക്കുന്ന സിനിമയല്ല. പിന്നെ അദ്ദേഹം അതിനകത്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പാട്ട് തലയാട്ടി കൊണ്ടൊരു പാട്ട്, ആ പാട്ടും പാടി അതിനകത്ത് ഒരു വേറെ രീതിയിലൊരു പിക്ചർ സുരേഷ് ഗോപി കിട്ടി. പിന്നെ മഞ്ജു വാര്യരൊക്കെ ആക്ച്വലി ഏറ്റവും തകർത്ത് അഭിനയിച്ചൊരു സിനിമയായിരുന്നു. മ്യൂസിക് നമ്മുടെ വിദ്യാസാഗറിന്റെ മ്യൂസിക് ആയിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ആ ഒരു സിനിമ ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു. കളർഫുൾ സിനിമയായിരുന്നു. പ്രണയവർണ്ണങ്ങൾ കിട്ടിയോ? കിട്ടി. ആ സിനിമ നമുക്ക് ഗുണം ചെയ്ത സിനിമ തന്നെയായിരുന്നു. ഞാൻ ഓൺ ഡിസ്ട്രിബ്യൂട്ടർ കൂടിയായിരുന്നു. ഏറ്റവും കൂടുതൽ നഷ്ടം വന്ന സിനിമ ഏതാണ്? ഏറ്റവും കൂടുതൽ, അതായത് ഒരു രൂപ പോലും കിട്ടാത്ത സിനിമ. അത് ശരിക്കും പറയാം എൻ്റെ സമയദോഷം കൊണ്ടാണ്. ഞാൻ ഇന്നും മമ്മൂക്കയായിട്ട് ഏറ്റവും നല്ല ബന്ധം വെക്കുന്ന ഒരാളാണ്. ഇന്ന് ഈ അടുത്ത് മമ്മൂക്കയുടെ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. കൂടെ ഉണ്ടായിരുന്നു. 1 എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയെല്ലാം ഉണ്ടായി. മമ്മൂക്ക സിനിമയ്ക്കകത്ത് നമുക്കൊരു കാര്യമുണ്ട്, ഈ എന്താണ് പരാജയവും ജയവും എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശാശ്വതമല്ല അല്ല. അപ്പോൾ അതുകൊണ്ട് മമ്മൂക്ക എന്നോട് ഇന്നും കാണിക്കുന്ന സ്നേഹം, കാരണം അദ്ദേഹത്തിനെ വെച്ച് ഞാൻ ഒരു സിനിമ എടുത്തു, സ്റ്റാലിൻ ശിവദാസ്. പക്ഷെ ആ സിനിമ ഒരു അട്ടർ ഫ്ലോപ്പായിരുന്നു. ആ സിനിമയ്ക്ക് അന്നത്തെ കാലത്ത് എനിക്ക് ഒരു 60 lakhs rupees നഷ്ടം വന്നു. അന്നത്തെ കാലത്ത് ദാറ്റ് വാസ് നിയർലി 22 years ബാക്ക്. ഇറ്റ് വാസ് എ ബിഗ് സം. അന്ന് അത് പോയി കഴിഞ്ഞപ്പോഴേക്കും മമ്മൂക്ക ഇന്നും അത് കഴിഞ്ഞ് നമ്മളോട് കാണിക്കുന്ന സ്നേഹം. അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇത്രയും നഷ്ടം വന്നെങ്കിലും ഈ പറഞ്ഞ ഒരു പൈസയും തിരിച്ച് കിട്ടിയില്ല. എന്നാൽ പോലും എനിക്കതിനെപ്പറ്റി ഒരു റിഗ്രറ്റ് അല്ല. ആസ് എ പ്രൊഡ്യൂസർ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം നഷ്ടം വന്നെന്ന് പറഞ്ഞല്ലോ, അതെ, അതുകൊണ്ട് ബന്ധങ്ങൾ പോകുന്നില്ല. കാരണം ലാഭങ്ങൾ വന്നല്ലോ. ലാഭങ്ങൾ വന്നു. അപ്പൊ അവർക്ക് എന്തെങ്കിലും കൊടുത്തോ? ഇല്ലല്ലോ. ഇല്ല, അത് ഞാൻ അവര് സ്നേഹമായിട്ട് തിരിച്ചു തരിക. അങ്ങനെയല്ല. അത് നമ്മൾ ആ ബന്ധം വെച്ചുകൊണ്ട് അടുത്ത സിനിമ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അവരെ തന്നെ വീണ്ടും വിളിക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറയുന്ന ഒരു പ്രൊഡ്യൂസർക്ക് ലാഭം വരുമ്പം ഭയങ്കര സന്തോഷമാണ്. അതെ, നഷ്ടം വരുമ്പോൾ അവര് നിങ്ങളെ സന്തോഷിപ്പിക്കും. സിനിമ എന്ന് പറയുന്നത് ആക്ച്വലി അങ്ങനത്തെ ഒരു മേഖലയാണ്. ഇതിനകത്ത് സാധാരണഗതിയിൽ ഒരു സിനിമ ഓടിയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ബന്ധങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ ഒരു പോയിന്റിലേക്കാണ് നേരത്തെ വന്നത്. സിനിമ ഓടിയില്ലെങ്കിലും ഇന്നും മമ്മൂക്കയും ഞാനായിട്ട് ബന്ധം വെക്കുന്നു, അത് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം തന്നെ. സി ശനി. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അഗൈൻ യു ഗോട്ട് 2000. ഇപ്പൊ 4000 രൂപ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ ഇതിന്റെ ഒരു അത് സുരേഷ് ഗോപിയുടെ